എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത് വഴുതനങ്ങ കറി. അതിന് വേണ്ടുന്ന സാധനങ്ങൾ: ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിഴുപുളി, തക്കാളിപ്പഴം, ചെറിയ ഉള്ളി, കറിവേപ്പില, തേങ്ങാപ്പാൽ, പിന്നെ 3 വഴുതനങ്ങ. വഴുതനങ്ങ നമുക്ക് ഇങ്ങനെ വേണം അരിഞ്ഞെടുക്കാൻ. ഈ അളവിന് വേണം വഴുതനങ്ങ അരിഞ്ഞെടുക്കാൻ. ഇനി നമുക്ക് ഇതൊക്കെ കൊണ്ടുപോയി വഴറ്റിയെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരട്ടെ. എന്നിട്ട് നമുക്ക് ഈ വഴുതനങ്ങ ഒന്ന് വഴറ്റിയെടുക്കണം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വഴുതനങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതൊരു പകുതി വേവ് ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. വഴുതനങ്ങ പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് കറിക്കുള്ള മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. കടുക് ഉലുവയൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കാം. കുഞ്ഞുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയുടെ നിറമൊന്നും അധികം മാറണ്ട. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കണം. ഒരുപാട് നിറം മാറുന്നത് വരെ ഇത് ഇളക്കേണ്ട ആവശ്യമില്ല. ഉള്ളി, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമുക്ക് ഒരുവിധം ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. കറിവേപ്പില ആദ്യമേ ഇട്ടാൽ കറിവേപ്പില അങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇപ്പോൾ ഇട്ടത്. ഇനി നമുക്ക് മസാലയൊക്കെ ഇട്ട് കൊടുക്കണം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്യണം. പൊടിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളിപ്പഴം ഇട്ട് കൊടുക്കണം. എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു ഉപ്പൂടെ ആഡ് ചെയ്യാം നമുക്ക്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 2 മിനിറ്റ് നേരം ഇരിക്കട്ടെ. നമുക്കൊന്ന് തുറന്ന് നോക്കാം. തക്കാളിപ്പഴമൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വഴറ്റി വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. വഴുതനങ്ങ ഉടഞ്ഞു പോകാതെ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ആഡ് ചെയ്യാം. ഇനി എല്ലാം കൂടെ ഒന്ന് ഇളക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് വേവിക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കറിയൊന്ന് തുറക്കാം. കറിയിൽ എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം.
എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. തീ ഓഫ് ചെയ്ത് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം.